അപ്പോൾ ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്ന പ്രാർത്ഥന. ഇപ്പം നമ്മൾ ഒരാൾ IELTS എടുത്ത് എന്ന് വിചാരിച്ചു, അതിൻ്റെ ആൻറ്റിയുടെ മകൾ IELTS എടുത്ത്, അല്ലെങ്കിൽ നിൻ്റെ അങ്കിള് വേറെ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ അവിടെ മക്കളെ ഇന്ന സ്ഥലത്തേക്ക് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിനക്കും തോന്നി, ദൈവമേ എൻ്റെ മക്കളെയും അങ്ങനെ വിടണമേ. ആ പ്രാർത്ഥനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉന്നതമായ വിദ്യാഭ്യാസം എൻ്റെ അങ്കിൾ അവരുടെ മക്കളെ വിട്ടു, അത് കേട്ടപ്പോൾ നിനക്ക് അമ്മ പറഞ്ഞു, അമ്മ അങ്കിളിൻ്റെ മക്കൾ അങ്ങനെ പോകണ്ട ഇങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമുക്ക് പോകാടാന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളും പിറ്റേ ദിവസം ഒന്ന് ഉടമ്പടി ചെയ്ത് ദൈവമേ എൻ്റെ മക്കൾ അങ്ങനെ തന്നെ വിട്ടേക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങാനും പോയി ആ വഴിക്ക് പോയി രക്ഷപ്പെട്ട എൻ്റെ മക്കൾ താഴ്ന്നു പോകുമല്ല എന്ന് ഓർത്താൽ അതിൻ്റെ വകുപ്പിലാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അത് അസൂയയിൽ നിന്നോ അപകർഷതയിൽ നിന്നോ അല്ലെങ്കിൽ അഹങ്കാരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ അന്തസ്സിന് അപ്പോൾ ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ലെങ്കിൽ ആ പ്രാർത്ഥനയെ അന്തസ്സിന് ചേർക്കാൻ പറ്റുന്ന രീതിയിൽ ഈശോ ഒരു നോട്ട് തന്നിട്ടുണ്ട്. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ വളരെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ഈശോ ഒരു പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെ അത് ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ലെങ്കിൽ ചേർത്തെടുക്കാൻ വേണ്ടി ഈശോ ഇപ്പം നമ്മൾ ഒരു താറാവ് കറി വയ്ക്കുക. അപ്പോൾ താറാവിന് മീനിൻ്റെ മുശിക്ക ഇല്ലേ? താറാവ് ചില ആൾക്ക് ഇഷ്ടപ്പെടാത്ത എന്താ കാര്യം? മീനിൻ്റെ പച്ചമുശിക്കുണ്ട്. അപ്പോൾ അത് കുറേ പരിപാടി അവർ ചെയ്യും. ചിലർ കഴുകിയെടുത്തിട്ട് നാരങ്ങ നീര് ചേർക്കും ഇല്ലേ? നാരങ്ങ നീര് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ മുശിക്ക് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കിച്ചണിൽ വലിയ പരിചയമൊന്നും ഇല്ല. അകപ്പാടെ 57 വയസ്സിനുള്ളിൽ ഇന്നാളോട് തേങ്ങാ പൊതിച്ച് ആരുമില്ലായിരുന്നു അവിടെ. ഞാൻ തൈക്കടുത്തൊരു ഞാൻ ഒറ്റക്കിലേ ഉള്ളൂ. ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ അത് നിവൃത്തിയില്ല. വൈകുന്നേരം വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ചന്തല്ലി ജനങ്ങൾ പോയില്ല. ആരാണ്? അപ്പോളോയിൽ പോയൊരാളാണ്. ഹാംസ്ട്രോക്കൊക്കെ അപ്പോളോയിൽ ചന്തല്ലി പോയില്ലേ? അതുപോലെ പവറായിരുന്നു എനിക്ക്. എനിക്ക് തേങ്ങ പൊതിച്ച് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് പറ്റുമല്ലോ എന്ന് ആദ്യമായിട്ട് ചെയ്യണത്. ഇതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ എന്നാലും ഈ താറാവിൻ്റെ മീൻ മുശയ്ക്ക് കാണാൻ വേണ്ടി നാരങ്ങ നീര് പെട്ടി വെക്കണ പരിപാടിയില്ലേ? ആ സൂത്രം പോലെ തന്നെ. അപ്പം ഈ കുറച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ എൻ്റെ മീൻ മുശയ്ക്ക് മാറി. ഇപ്പം പോയി പെരട്ടുണ്ട് അവിടെ ഇരിക്കുക. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് പോയി പെരട്ടിയാൽ മതി. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും മുശിക്കുണ്ടെങ്കിലേ ഇത്തിരി നാരങ്ങാനീരുണ്ട് കർത്താവിൻ്റെ കയ്യിൽ. എന്താ കാര്യം? അത് നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും മുശിക്ക് നമ്മുടെ സ്വഭാവം വരുമല്ല. നമ്മളെങ്കിൽ ഇപ്പോൾ ആൻറ്റിയുടെ മകൻ ഇല്ലേ, മകൾ പരീക്ഷയ്ക്ക് എഴുതിയപ്പോഴാണ് നമ്മുടെ മകളെ ഹാദിന് എഴുതി. അത്രയും നേരം ഈ ചെടുത്തിക്ക് ഒരു പ്രശ്നമില്ല. ഇനി അവൾ പോയി എഴുതിയപ്പോഴാണ്. ഇനി അവളെങ്ങാനും പോയി വിദ്യാഭ്യാസം പോയി മറ്റേ കുടുംബ ക്ലാസ്സൊക്കെ ഇട്ടുണ്ട് മറ്റേ ചില ഇറങ്ങി വരുന്ന പോലെ അവൾ വരുമ്പോൾ അവളുടെ മുമ്പിൽ പോയി എൻ്റെ മകൾ ഇങ്ങനെ ചരിത്രം കണ്ടെന്ന് വിചാരിക്കുമ്പോൾ അത് എനിക്കൊരു കുറച്ചിലല്ലേ എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ മകളെ എന്താ കുഴപ്പം? നീ പഠിക്കാഞ്ഞില്ല. ഞാൻ അന്നേ പറഞ്ഞു അപ്പോൾ പഠിച്ചത് നീ അമ്മയും മകളും കൂടെ അടുക്കള കിടന്ന് നീട്ടിക്കുകയാണ്. എന്താ കാര്യം? ആരെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടുമ്പോഴാണ് വീട്ടിലെ അടുക്കള ഇടികൂടണത്. ആ ഇടി തന്നെയാണ് പിന്നീട് ഉടമ്പടിയായിട്ട് മാറണത്. അവിടെയാണ് പ്രശ്നം വരാൻ പോണത്. അടുക്കളയിലെ ഇടി കുറച്ച് കഴിയുമ്പോൾ അത് ഉടമ്പടിയായിട്ട് മാറും. എന്നിട്ട് അപ്പം ദൈവത്തിൻ്റെ അന്തസ്സ് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ വെക്കും. എന്താണ്? അവർ പോയി രക്ഷപ്പെട്ടത് കൊണ്ട് നാളെ അവർ ആളാകാൻ സാധ്യത കൊണ്ട് അവിടെ മുമ്പിൽ നമ്മൾ ചെറുതാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒപ്പത്തിനൊപ്പം ഒരു സാധനം വെക്കും. ഇതിൻ്റെ അകത്തൊരു മീമിശുക്കുണ്ട്. ഇതിന് ഇത്തിരി നരകാന്തീര് ഒഴിക്കണം, നല്ലതായിരിക്കും. ഇതിനകത്തൊരു നിങ്ങളുടെ ഒരു മുശിക്ക്, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു മുശിക്ക്, നിങ്ങളുടെ അഹങ്കാരത്തിൻ്റെ ദുരഭിമാനത്തിൻ്റെ ഒരു മുശിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. അതിന് ഇത്തിരി നരകനീര് പെട്ടു. അതിന് കർത്താവ് എന്ത് പറഞ്ഞത്? മകളെ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, ഇടയ്ക്കരുന്ന് പറയണം അങ്ങയുടെ നാമം പൂജിതമാകണമേ, നാരങ്ങ ഇത്തിരി പെട്ടണമെന്ന്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ. അപ്പം മുശിക്ക് മാറിയേ. എന്താ കാര്യം? നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഈശോയുടെ ഗുണം എന്നറിയാവാ. ഈശോ പറഞ്ഞപ്പം സൂപ്പറായിട്ട് പറഞ്ഞ്, മകളെ നിന്റെ ആഗ്രഹം പോലെ പ്രാർത്ഥിക്കാം, എന്ത് വേണമെങ്കിലും നീ വെക്കാം, പക്ഷേ ഇടയ്ക്ക് നീ പറയണം എന്തായാലും അപ്പ അന്തിമ തീരുമാനം നിൻ്റെതായിരിക്കണമെന്ന്. കൈ അടിച്ച് കർത്താൻ സുലലിയ പിതാവേ ദൈവമേ രാജ്യമേ അങ്ങേ തിരുദിനം ഭൂമിയിൽ